സന്ധ്യാസമയത്തിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിനെ ചോദിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോസഞ്ചൽ, സന്നിധാനിക്കുന്ന മറ്റ് ദേവദാസന്മാർ, സഹോദരന്മാർ, സഹോദരന്മാർ, കുഞ്ഞുങ്ങളെല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ഏകദേശം 1 മാസത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചത് ഏത് പുസ്തകമാകാനാണ് സാധ്യത? നഹമ്യാവിൻ്റെ പുസ്തകം എന്നെ സംബന്ധിച്ച് വളരെ ഇഷ്ടപ്പെടുന്ന പുസ്തകമാണ്. പല കാരണങ്ങളുണ്ട്. വേദപുസ്തകത്തിലെ പുസ്തകങ്ങളിൽ ക്രിസ്തീയ എഴുത്തുകാർ കമൻട്രി എഴുതിയിട്ടുള്ള ഒത്തിരി പുസ്തകങ്ങളുണ്ട്. പ്രവാചക പുസ്തകങ്ങൾ, സുവിശേഷ എല്ലാ പുസ്തകങ്ങളും ധാരാളം കമൻട്രി ഉണ്ട്. എന്നാൽ കോർപ്പറേറ്റ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് നഹമ്യാവിൻ്റെ പുസ്തകം. അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. റവറൻഡ് ഡോക്ടർ ആന്റണി ഡിസൂസ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക പുരോഹിതൻ, ആൻഡ് ഹി ഈസ് an ordained bishop of Roman Catholic Church. നമ്മൾ ചിലർക്കൊക്കെ അറിയാതിരിക്കാം, ബോംബെയിലെ സെന്റ് സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒത്തിരി പ്രശസ്തമാണ്. ആ സെന്റ് സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്കാഡമിക് ഡീന്, സ്റ്റുഡൻറ് കൗൺസിലർ, ഫാക്കൽറ്റി, അങ്ങനെ ഒത്തിരി ഉന്നതമായ പദവികൾ വഹിക്കുന്ന, പ്രിൻസിപ്പളിന് തുല്യമായ പദവി വഹിക്കുന്ന ഒരു അച്ഛനാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള വൻപൻ ഭീമൻ കമ്പനികൾ, IBM പോലെയുള്ള ഭീമൻ കമ്പനികളിലെ സീനിയർ എക്സിക്യൂട്ടീവ്സിന് മാനേജ്മെന്റ് സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ ട്രെയിനിങ്ങിൻ്റെയും സബ്ജക്റ്റിൻ്റെയും ടൈറ്റിൽ ദ ബുക്ക് ഓഫ് നെഹമ്യാ. അത് ക്രിസ്ത്യാനിയാണെങ്കിലും, ഹിന്ദു ആണെങ്കിലും, മുസൽമാൻ ആണെങ്കിലും, പാർസി ആണെങ്കിലും, ജെയിനാണെങ്കിലും, ഇംഗ്ലീഷുകാരനാണെങ്കിലും, ഫ്രഞ്ചുകാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എടുത്തിരിക്കുന്നത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. കാരണം പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി ഇടിഞ്ഞു കിടന്ന ഒരു മതിലിനെ 52 ദിവസം കൊണ്ട് പുനർനിർമ്മിക്കുവാൻ നെഹമ്യാവ് എന്ന ദൈവഭക്തൻ കാട്ടിയ ഉത്സാഹം, തൻ്റെ പ്രവൃത്തി, അതിൻ്റെ കോർഡിനേഷൻ ഇത്യാദി കാര്യങ്ങളൊക്കെ ആധുനിക ലോകത്തെ മാനേജ്മെന്റ് തലത്തിൽ എന്നും ആപ്ലിക്കബിളായ കാര്യമാണ്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ഈ നെഹമ്യാവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും നമ്മുടെ ഉള്ള സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് 2-3 കാര്യങ്ങൾ മാത്രം നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാൻ ഇന്ന് രാത്രി കർത്താവിനെ ശരണപ്പെടുകയാണ്. നമുക്ക് വായിക്കാം 13-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം. നെഹമ്യാവിന്റെ പുസ്തകം. ആമേൻ. നെഹമ്യാവ് ഒരു പ്രാർത്ഥനയോടെയാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. നെഹമ്യാവ് ഇതിനെഴുത്താൻ അവസാനിപ്പിക്കുന്നത്. ആ പ്രാർത്ഥന ഇതാണ്: എൻ്റെ ദൈവമേ, ഇതെനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. റിമെമ്പർ മീ, ഓ മൈ ഗോഡ്, ഫോർ ഗുഡ്. ദൈവഭവനത്തെ സ്നേഹിച്ച ഒരു വിശ്വസ്ത ദൈവഭക്തന്റെ അപേക്ഷയാണ് ഇന്നത്തെ എൻ്റെ ഈ മെസ്സേജിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. എ പ്ലീ ടു ഗോഡ് ബൈ എ ഫെയ്ത്ത്ഫുൾ സെർവന്റ് ഹു ലവ് ദ ഹൗസ് ഓഫ് ദ ലോർഡ്. ദൈവഭവനത്തെ അത്യധികം സ്നേഹിച്ച ഒരു വിശ്വസ്തനായ ദൈവഭക്തന്റെ അപേക്ഷയാണ്, ദൈവത്തോടുള്ള അപേക്ഷയാണ്. പ്രിയമുള്ളവരെ, ഈ നാം വസിക്കുന്ന, നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നാം എന്ത് ചെയ്താൽ, മനുഷ്യർക്ക് ചെയ്താൽ, ദൈവത്തിന് ചെയ്താൽ, ക്ഷണത്തിൽ നമുക്ക് അതിന് റിവാർഡ് കിട്ടണം. നാം ഒരു കാര്യം ചെയ്യുമ്പോൾ ആൾക്കാർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, നമുക്ക് അതിന് തക്ക മാനം ലഭിക്കുന്നില്ലെങ്കിൽ, നമ്മൾ പലപ്പോഴും മനസ്സിടിഞ്ഞു പോകാറ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്ന ഒരു വചനം, ദൈവകൃപയിൽ ശരണപ്പെട്ടത് പ്രസന്റ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരാൾ വന്ന് നമുക്ക് ബ്രദറെ അല്ലെങ്കിൽ പാസ്റ്ററെ നന്നായിരുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ മാനുഷികമായി നമുക്ക് ഒരു ചെറിയ സങ്കടം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരാൾ ശുശ്രൂഷ ചെയ്താൽ ഒന്ന് കൈ കൊടുക്കുന്നത് അഭിനന്ദിക്കുന്ന നല്ല കാര്യമാണ്, അതിനകത്ത് ഒരു കുറവില്ല. പക്ഷെ മലയാളികളായ നമ്മൾ അക്കാര്യത്തിൽ അല്പം പിശുക്കുള്ളവരാണ്. പക്ഷെ ഇവിടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തി ചെയ്തിട്ട് നെഹമ്യാവ് ഇതിനിടയ്ക്കൊന്നും താൻ മനുഷ്യരാലുള്ള ഒരു പ്രീതിയും ആഗ്രഹിക്കുന്നില്ല. തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുന്നതിനിടയിൽ 4 പ്രാവശ്യം ഈ മതിൽ പണിയോടുള്ള ബന്ധത്തിലും, ആലയ പ്രതിഷ്ഠയോടുള്ള ബന്ധത്തിലും, ആരാധന ക്രമത്തിലാക്കുന്നതിനുള്ള ബന്ധത്തിലും ഒക്കെ 4 തവണ ഇതേ സ്റ്റേറ്റ്മെന്റ് നെഹമ്യാവ് നടന്നു. ദൈവമേ, ഇതും എനിക്ക് നന്മയ്ക്കായി കണക്കിടണമേ. 5-ാം അധ്യായത്തിന്റെ 19 വായിക്കാം. 5-19, വേറെ 13-22. ഈ ജനത്തിന് വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായി ഓർക്കണമേ എന്ന് ജനത്തിലെ മൂപ്പന്മാരോടല്ല പറയുന്നത്,
കമ്മിറ്റിയോടല്ല പറയുന്നത്, ചർച്ചിന്റെ സെക്രട്ടറിയോടല്ല പറയുന്നത്, സെൻട്രൽ പാസ്റ്ററോടല്ല പറഞ്ഞത്. നേരിട്ട് നെഹമ്യാവിന് കണക്ഷൻ നേരിട്ട് ദൈവമേ, ഞാൻ ഈ ചെയ്തതൊക്കെ ഇവരാരും ഗൗരിക്കുന്നില്ലെങ്കിലും ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലെങ്കിലും കർത്താവേ, നീ എനിക്ക് നന്മയ്ക്കായി കണക്കിടണമേ. 13:22. ഇതും എനിക്കായി ഓർക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ച് ഓരോ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇടയ ശുശ്രൂഷ ആയിരിക്കാം, സഭാപരിപാലനമായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓർഗനൈസേഷന്റെ സംഘടനകളുടെ തലപ്പത്ത് അതിന് ചുമല് കൊടുക്കുന്ന ശുശ്രൂഷ ആയിരിക്കാം. അതല്ല കേവലം ഒരാളോട് വഴിവത്തിൽ കാണുന്ന ഒരാളോട് സുവിശേഷം പറഞ്ഞൊരു സുവിശേഷകന്റെ ആത്മാവായിരിക്കാം. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ അത് കർത്താവിന്റെ പ്ലാനിൽ അനുസരിച്ച് നാം പൂർത്തിയാക്കിയതിനു ശേഷം സ്വർഗത്തിലേക്ക് നോക്കി നമ്മുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കണം, കർത്താവേ, നീ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അണുവിട തെറ്റാതെ പർവ്വതത്തിൽ മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം തന്നെ സമാഗമന കൂടാരത്തിന്റെ പണി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞതുപോലെ എന്നെ ഏൽപ്പിച്ച ദൗത്യം നിന്റെ ഹിതപ്രകാരം ഞാൻ പൂർത്തിയാക്കി. നീ എനിക്കിത് നന്മയ്ക്കായി കണക്കിടണമേ. മനുഷ്യരാരും നമ്മെ ഗണിച്ചില്ലെങ്കിലും, മനുഷ്യരാരും നമുക്ക് അപ്രീസിയേഷൻ തന്നില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവർ, ഇന്ന് പകൽ നിരാത്രം ഓർക്കണം, നമ്മെ ആദരിക്കുന്ന, നമ്മെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. 4 പ്രാവശ്യമായിട്ടാണ് പ്രവാസത്തിൽ നിന്നും യഹൂദ മക്കൾ മടങ്ങി വന്നത്. ഇത് നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ 3ാമത്തെ പ്രാവശ്യമാണ്. BC 558 സിരിബാബന്റെ നേതൃത്വത്തിലും 457 എസ്രാ പുരോഹിതന്റെ നേതൃത്വത്തിലും ഇപ്പോൾ BC 445 നെഹമ്യാവിന്റെ നേതൃത്വത്തിലും ഒരു സംഘം യെരൂശലേമിലേക്ക് മടങ്ങി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. 3 ഈ പുസ്തകത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, മാനേജ്മെന്റ് വിദഗ്ധന്മാർ എഴുതിക്കൂടി ഒത്തിരി പുസ്തകങ്ങളുണ്ട്, വലിയ ഘനമേറിയ പുസ്തകങ്ങൾ ഒത്തിരി ഉണ്ട്. അതിലൊക്കെ അനേക കാര്യം ഞാനൊരു സമ്മറി ഏകദേശം 64ഓളം ക്വാളിറ്റീസ് ആണ് നെഹമ്യാവിന്റെ ജീവിതത്തിൽ നിന്നും ഇന്നത്തെ ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് സ്കിൽസ് ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്ന 64ഓളം ക്യാരക്ടേഴ്സ് ക്വാളിറ്റീസ് ഉണ്ട്. ഇതൊന്നും നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ കഴിയില്ല. അത് അദ്ദേഹം ഈ ആന്റണി ഡിസൂസ് എന്ന പുരോഹിതൻ ക്ലാസ് എടുക്കുന്നത് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് മാത്രമല്ല, ഇവാഞ്ചലിസ്റ്റുകൾക്കുണ്ട്, പാസ്റ്റേഴ്സിനുണ്ട്, ഡീക്കൻസിനുണ്ട്, ക്രിസ്ത്യൻ ഓർഗനൈസേഷന്റെ പല, നമ്മൾ ഉദ്ദേശിക്കുന്നത് വേർപെട്ട് നമ്മൾ അവകാശപ്പെടുന്ന ക്രിസ്ത്യൻ ഓർഗനൈസേഷന്റെ പല ലീഡിംഗ് ക്ലാസ്സുകളും ഈ പുരോഹിതനാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം അത്രയ്ക്ക് ആധികാരികമാണ് അദ്ദേഹത്തിന്റെ സ്റ്റഡീസ്. 64ഓളം വിശിഷ്ട ഗുണങ്ങൾ നെഹമ്യാവിന്റെ ജീവിതത്തിൽ താൻ എടുത്തു പറയുന്നുണ്ട്. ഇന്ന് രാത്രി 3 കാര്യങ്ങൾ മാത്രം ഞാൻ അത് ഓടിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. 1, 2ാമത്തെ അധ്യായത്തിന്റെ 17ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വളരെ പരിചിതമായ വാക്യമാണ്. 2:17. ഇവിടെ നെഹമ്യാവ് യെരൂശലേം പട്ടണത്തിൽ വന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നെഹമ്യാവ് അവിടെ ഉണ്ടായ തന്റെ സഹോദരന്മാരെ കൂട്ടി വരുത്തിയിട്ട് അവരെ എക്സോർട്ട് ചെയ്യുകയാണ്. നാം ഇനി നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക. എന്നിട്ട് 17ാമത്തെ വാക്യത്തിന്റെ ആരംഭം നമ്മൾ വായിക്കുന്നത്, യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. ഈ താൻ വിളിച്ചുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്ന സഹോദരന്മാർ യഹൂദ്യർ കാലങ്ങളായിട്ട് പട്ടണം മാറുന്നവരാണ്. അവർ എല്ലാ ദിവസവും ആ മതിൽ വഴി നടക്കുമ്പോഴൊക്കെ ഇടിഞ്ഞു കിടക്കുന്ന മതിലും ചണ്ടിക്കൂമ്പാരമായി കിടക്കുന്ന തീ വെച്ച് വെന്ത് കിടക്കുന്ന വാതിലും ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ അവരുടെ ആരുടെ ഹൃദയത്തിൽ ഈ മതിലൊന്ന് പണിയണമെന്നൊരു ചിന്ത വന്നില്ല. എന്നാൽ അങ്ങ് ദൂരെ ബാബേൽ രാജാവിന്റെ സന്നിധിയിൽ പാനപാത്രവാഹകനായി വളരെ കംഫർട്ടബിൾ ആയിരിക്കുന്ന, ഏറ്റവും സുഖപരമായ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന നെഹമ്യാവിന്റെ ഹൃദയത്തിൽ ഒരു വലിയ ഭാരമുണ്ടായി. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം. ആ മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഇവരോട് ചോദിക്കുകയെ 5-6 പേരെ വിളിച്ചു കൂട്ടിട്ട് ചോദിക്കുകയാണ്, നിങ്ങളിത് കണ്ടില്ലേ? അവരെ കുറ്റം പറയുന്നതല്ല, വരിക, നാം എഴുന്നേറ്റ് പണിയുക. എ മാൻ ഓഫ് പ്രൊഫൗണ്ട് വേർഡ്സ്. അതായത് മറ്റുള്ളവരെ ഉത്സാഹിപ്പിച്ച് കൂടി നിർത്തുന്ന, ദൈവത്തിന്റെ പണിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറയുന്ന മനുഷ്യൻ. പ്രൊഫൗണ്ട് വേർഡ്സ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ശരിക്കും ഒത്തിരി അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ട് ഒരു അർത്ഥം, അതായത് അസാമാന്യ ഉൾക്കാഴ്ചയുള്ള വാക്കുകൾ. ഞാൻ അഡ്രസ് ചെയ്യുന്നത് ലേമൻ ആൻഡ് ലീഡേഴ്സ്, സഭയുടെ ഉത്തരവാദിത്തമായി ദേവദാസന്മാരും സാധാരണ വിശ്വാസികളുമുണ്ട്.
ദൈവമക്കളെ, നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതും നമുക്കറിയാം. നമ്മളത് വളരെ കാണാൻ പഠിച്ചത്. ഇവിടെ പറയുന്നത് ഉൾക്കരുത്തുള്ള, അസാമാന്യ ഉൾക്കാഴ്ചയുള്ള വാക്കുകളാണ്. അതായത് ദീർഘവർഷങ്ങളായി ഈ പട്ടണത്തിൽ പാർത്ത, ഈ പട്ടണത്തിലെ നാശം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഹൃദയത്തിൽ ഇതുവരെ തോന്നിയിട്ടില്ലാത്ത ഒരു ഉത്സാഹം ജനിപ്പിക്കത്തക്കവണ്ണം തന്റെ വാക്കുകൾ പര്യാപ്തമായി. ഇന്ന് രാത്രി നാം ചിന്തിക്കണം, നമ്മുടെ വാക്കുകൾ, ദൈവദാസന്മാരുടെ വായിൽ വരുന്ന വാക്കുകൾ പണിയപ്പെടുന്നതാണോ ഇടിച്ചു കളയുന്നതാണോ? ഒരുപക്ഷെ ആരും ഗൗനിക്കാതെ കിടക്കുന്ന വിഷയത്തെ കണ്ടുകൊണ്ട് ഇല്ല, ഇതിനകത്തൊരു പണി നടക്കുന്നു പറയുവാൻ ആത്മാവിൽ ദർശനം പ്രാപിച്ച ദൈവദാസന്മാർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവദാസൻ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്പിരിച്വൽ റിന്യൂവൽ ഓഫൻ ബിഗിൻസ് വിത്ത് വൺ പേഴ്സൺസ് വിഷൻ. ആത്മീയ ഉദ്ധാരണം, ആത്മീയ നവോത്ഥാനം, ആത്മീയമായ ഒരു ഉണർവ് മിക്കപ്പോഴും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം കൊടുക്കുന്ന ദർശനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. And he must share with others the idea which you receive from God. അങ്ങനെ ഒരു ദർശനം നമ്മൾ ദൈവത്തിൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. മൂന്നാമത്തെ കാര്യം, God uses one person to express the vision and others to turn into reality. ദൈവത്തിന്റെ ദർശനം ഒരു സഭയെക്കുറിച്ച്, ഒരു കുടുംബത്തെക്കുറിച്ച്, ഒരു സമൂഹത്തെക്കുറിച്ച് ദൈവത്തിനുള്ള ദർശനം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കൊടുക്കുന്നു. താൻ അത് പ്രസ്താവിക്കുന്നു. താൻ പ്രസ്താവിക്കുന്നത് കേട്ട് തന്നോടൊപ്പം ചേരുവാൻ ഒരു കൂട്ടമുണ്ടാകും. അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ പ്രവൃത്തി ഒരു കൂട്ടായ പ്രവർത്തനമാണ്. വിശ്വസിക്കുന്നു, ദൈവ പ്രവൃത്തി ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. ഒരുവന്റെ ഹൃദയത്തിൽ തോന്നുന്ന, ഹൃദയത്തിൽ ലഭിക്കുന്ന ദർശനമാണെങ്കിലും ആൾക്കാരെ കൂട്ടിവരുത്തി ഒരു ടീമായി നിന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. നാലാമത്തെ കാര്യം, the aim of that team was to accomplish God given task. ഈ ടീമിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തെ ലഭിച്ച ദർശനത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് ഈ കൈമയും മറന്ന് ഒരു മനസ്സോടെ പ്രവർത്തിക്കുന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് 52 ദിവസം കൊണ്ട് ഈ മതിൽ പണിത് തീർപ്പാനിടയായി ചേർന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ, ദൈവം നൽകുന്ന ദർശനത്തെ നമ്മൾ പങ്കുവെക്കേണ്ടത് ഈ ദർശനം കേട്ടാൽ ഗ്രഹിക്കുന്നവരോടായിരിക്കണം. അതായത് ഈ 17ാമത്തെ വാക്യത്തിലേക്ക് താഴോട്ട് വരുക, അതിന് തൊട്ട് താഴെ തന്നെ നമുക്ക് കാണുന്നുണ്ട് ഈ നെഹമ്യാവിന്റെ ആലോചന കേട്ട് അവർ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. എന്താണ് താൻ പറഞ്ഞപ്പോൾ തന്റെ കൂടെയുള്ള സഹോദരന്മാരുടെ റെസ്പോൺസ് ആലോചിച്ച് നോക്കി. അവർ പറയാണ്, നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നല്ല പ്രവൃത്തി അന്യോന്യം ധൈര്യപ്പെടുത്തി. ഒരു ദൈവഭക്തന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ദൈവത്താൽ ലഭിച്ച ദർശനം ഒരുവൻ പറയുമ്പോൾ അതിനെ ഏറ്റെടുത്ത് തന്നോട് ചേർന്ന് ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിക്കാനുള്ളത്. കാരണം തൊട്ടു താഴെ ഹെരോദിനെ സൻബല്ലത്തും നമ്മൾ അവരെ പരിഹസിച്ച് നിന്ദിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്താൽ ദർശനം പ്രാപിച്ച ദൈവമക്കൾ പരിഹാസികളുടെ മുമ്പാകെ തങ്ങളുടെ അതരം മൂടി വെക്കണം. ദൈവം നൽകിയ ആലോചന, ഹൃദയത്തിൽ ഭാരമായി വരുന്ന ആലോചന പറയേണ്ടത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവരോടായിരിക്കണം. ഈ പ്രാപ്തി എന്ന് പറയുന്നത് 12-14 വയസ്സോട് ഉദ്ദേശിച്ചത് സ്പിരിച്വൽ മെച്യൂരിറ്റി ഉള്ളവരോട്. ഒന്നുകൂടെ പറഞ്ഞാൽ പരിഹാസികൾ ആത്മീയ ലോകത്ത്, ആത്മീയ കോണത്തിൽ നിന്ന് ഏറ്റവും അധികം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് എന്തിനെ ഏതിനെയും പരിഹാസ രൂപേണ കാണുന്നവർ, എല്ലാത്തിലും കളിതമാശ കാണുന്നവർ. ഞാൻ ആ ഭാഗം വായിച്ചുകൂടാണ്. കഴിഞ്ഞ അടുത്ത കാലത്ത് ഞാൻ ഒരു പുസ്തകം ഇങ്ങനെ റെഫർ ചെയ്ത് ലോകത്തെ ചേഞ്ച് ചെയ്ത ചില വ്യക്തികളെ കുറിച്ച്, ലോകത്തെ വേൾഡ് ചേഞ്ചേഴ്സ്, ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ചില വ്യക്തികളെ കുറിച്ച് പഠിപ്പാനിടയായിരുന്നു. അതിൽ ഒത്തിരി പേര്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട്. എന്നാൽ എന്നെ വളരെ ശ്രദ്ധിച്ച, എന്റെ ശ്രദ്ധയിൽ വന്ന ഒരു മനുഷ്യനാണ് ലൂയി പാസ്റ്റർ. നമ്മളെല്ലാവർക്കും അറിയാം ലൂയി പാസ്റ്റർ. 1822 മുതൽ 95 വരെ ജീവിച്ചിരുന്ന ഒരു സയന്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. മാനവജാതിക്ക് നൽകിയ സംഭാവനകളൊക്കെ ഭയങ്കര ലിസ്റ്റ് കേട്ട് നമ്മൾ അന്താളിച്ചു പോകും. അതായത് ലൂയിസ് പാസ്റ്റർ, മൈക്രോ ഓർഗാനിസംസ്, ജെം തിയറി ഓഫ് ഡിസീസ്, ആന്റിസെപ്റ്റിക് മെഡിസിൻ, പാസ്ചറൈസേഷൻ, സ്റ്റഡി ഓഫ് ഫെർമെന്റേഷൻ, സിക്വം പ്രോസസ്, TB, കൊളോറിയ, ഡിഫ്തീരിയ, മറ്റു പകർച്ചവ്യാധികളുടെ വാക്സിൻസ്, ആന്ത്രാക്സ്, ഏറ്റവും പ്രശസ്തമായത് ആന്റി റാബീസ്. ഇത്രയധികം വാക്സിൻസ് കണ്ടുപിടിച്ച ഒരു മനുഷ്യരുടെ ഇദ്ദേഹത്തിന്റെ 2 കണ്ടുപിടുത്തങ്ങൾ, അതായത് ഈ സിൽക്ക് വർം, ഈ പട്ടുനൂൽ പുഴുവിനെ നശിപ്പിക്കുന്ന കീടങ്ങൾക്കെതിരെയുള്ള വാക്സിനും, മറ്റൊന്ന് ഫെർമെന്റേഷൻ, വീഞ്ഞ്
വീഞ്ഞ് അതിനെ പ്രോസസ് ചെയ്യുന്ന ഒരു ടെക്നോളജി. ഈ രണ്ട് ടെക്നോളജി താൻ കണ്ടുപിടിച്ച നിമിത്തം സംഭവിച്ചത് ദീർഘവർഷങ്ങളായിട്ട് ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ യുദ്ധമായിരുന്നു. ഈ യുദ്ധത്തിന്റെ ഫലമായിട്ട് വലിയ ഒരു കടം, പൊതുകടം ഫ്രാൻസ് ഖജനാവിനുണ്ട്. ഈ മനുഷ്യന്റെ രണ്ട് കണ്ടുപിടുത്ത നിമിത്തം ചില വർഷങ്ങൾ കൊണ്ട് ഈ രാജ്യത്തിന് പൊതുകടം മാറി കിട്ടി. ദൈവത്തെ കുറിച്ച് പറയുന്നത് ഒടുവിൽ ഈ ആന്റി റാബീസ് കണ്ടുപിടുത്തം കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലെ മനുഷ്യന്റെ ആയുർദൈർഘ്യം ഇരട്ടിയാക്കി ഈ ഒരൊറ്റ മനുഷ്യന്റെ കണ്ടുപിടുത്തത്തിൽ നിമിത്തം. മരണനിരക്ക് കുറഞ്ഞു, ജീവിത ലൈഫ് സ്പാൻ കൂടുവാനിടയായിരുന്നു. ഈ മനുഷ്യൻ ഒരു കത്തോലിക്കനായിരുന്നു. തന്റെ ജീവിത സായാഹ്നത്തിൽ ഒരാളെ തന്നോട് ചോദിച്ചു, ലൂയിസ് പാസ്റ്റർ, നിങ്ങളൊരു കത്തോലിക്ക മതവിശ്വാസിയല്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ കത്തോലിക്കനാണ്, ജനനം കൊണ്ട് മതവിശ്വാസിയല്ല. വല്ലപ്പോഴും ഞാൻ പള്ളിയിൽ പോകും, വേദപുസ്തകം വായിക്കാറില്ല, പക്ഷേ സർവ്വത്രേ സൃഷ്ടാവായ ഒരു ദൈവമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ വേദപുസ്തകം ഏതെങ്കിലും സമയത്ത് did ever this Bible influence you? ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ വേദപുസ്തകം എപ്പോഴെങ്കിലും സ്വാധീനിക്കാൻ നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നും തന്നെ ഈ സമൂഹത്തിന് നാശം വരുന്നൊന്നുമില്ല, ഈ സമൂഹത്തിന് ദോഷം വരുത്തുന്ന ഒരു കാര്യം നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങളുടെ എല്ലാ പര്യവേക്ഷണങ്ങളും വിവേചനങ്ങളും കണ്ടുപിടുത്തവും എല്ലാം സമൂഹത്തിന് നന്മ ചെയ്ത കാര്യമാണ്. അപ്പോൾ നിങ്ങളിൽ ഒരു ഡിവൈൻ ആട്രിബ്യൂട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം, എനിക്ക് 3-4 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ എനിക്ക് 1-ാം സങ്കീർത്തനം കാണാൻ പഠിക്കാൻ പറഞ്ഞു. 1-ാം സങ്കീർത്തനം അതിലെല്ലാം ഒന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷെ ഒരു കാര്യം, ഒരു വാക്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ പരിഗണിച്ചു വരുന്നുണ്ട്, അതിനെ ആദരിക്കുന്നുണ്ട്. 1-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം എങ്ങനെയാണ്? പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ അദ്ദേഹം പറഞ്ഞു, 73 വർഷം പ്രായമുള്ള വയോധികൻ പറയുകയാണ് യേശുക്രിസ്തുവിനെ കുറിച്ചോ ക്രിസ്തീയ മതത്തെ കുറിച്ചോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഈ വാക്യം എന്റെ ഹൃദയത്തിൽ എന്നെ അമ്മ പറഞ്ഞു തന്നത് ഇന്നുകൊണ്ട്. എന്നിട്ട് പറഞ്ഞത്, താൻ 16, 17, 18 വയസ്സൊക്കെ ഇന്റർമീഡിയറ്റ് ക്ലാസ്സിലായിരുന്നപ്പോൾ താൻ സയൻസ് ആണ് തന്റെ പാഷൻ എന്ന് പറഞ്ഞത്. ഈ അധ്യാപകർ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ താൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹത്തിന്റെ ചോദ്യമെല്ലാം, സാറേ ഈ ഫോർമുല പഠിച്ചുകൊണ്ട്, ഈ രാസനാമം പഠിച്ചുകൊണ്ട് എനിക്ക് എന്റെ സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇദ്ദേഹത്തിന്റെ വേവലാതി മുഴുവൻ ഞാനിത് പഠിക്കുന്നത് കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ചില സാറന്മാർ ചിലമാരോട് ചിലർ അവിടെ ഇരിക്കടാ നിന്റെ ഓരോ ചോദ്യം എന്ന് പറഞ്ഞ സാറുമാരൊക്കെ പോകും. ഈ ക്ലാസ് കഴിഞ്ഞ് പുറത്തുള്ള ഈ കൂടെയുള്ള പിള്ളേർക്കെല്ലാം ഇവന്റെ പുറകെ നടന്നിട്ട് ഇദ്ദേഹത്തെ കളിയാക്കും. ഇദ്ദേഹം ചെറിയ ചിരിച്ചിട്ട് ദേവന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഓടി രക്ഷപ്പെടും. എന്നിട്ട് നേരെ പോയി ലാബിലോ ലൈബ്രറിയിലോ പോയി തന്നെ സമയം ചെലവഴിക്കും. താൻ പറഞ്ഞത്, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച വാക്യം ഞാൻ ഓർക്കും, പരിഹാസ ഇരിപ്പിടത്തിലിരുന്ന് കഴിഞ്ഞാൽ that will decay my willpower. എന്റെ മനസ്സിലുള്ളതായ ധൈര്യത്തെ, എന്റെ മുന്നോട്ടുള്ള ദൂരക്കാഴ്ചയെ ഈ പരിഹാസങ്ങളെ കൊടുത്തിരിക്കുന്ന നിമിത്തം അത് ദ്രവിച്ചു പോകാനിടയായിട്ട് ഞാൻ അതിനെ അനുവദിച്ചില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നൊരു ദർശനം പ്രാപിച്ച ദൈവമക്കൾ, നാം ശുശ്രൂഷന്മാരെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നുള്ളവർ ഘനശാലികളായിരിക്കണമെന്ന്. തമാശ പറയുന്നതും തമാശ ആസ്വദിക്കുന്നതൊന്നും തെറ്റൊന്നുമല്ല. നമ്മൾ ഒരിക്കലും കോമാളികളാകാൻ പാടില്ല. ദൈവദാസന്മാരെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ കോമാളികളാകാൻ പാടില്ല. നമ്മൾ ഹ്യൂമർ, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ വളരെ ആവശ്യമാണ്. എന്നെ സംബന്ധിച്ച് വളരെ കുറവാണത്. എങ്കിലും നാം ശുശ്രൂഷകർ എന്ന നിലയിൽ, നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരെന്ന നിലയിൽ നാം ആരുടെ ഉദ്യോഗം നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കി. ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജോലി എന്ന് നോക്കുന്നത് ഒരു സുവിശേഷന്റെ ജോലിയാണ്. കാരണം ഒരാത്മാവിന്റെ വില മുഴുവൻ ലോകത്തിന്റെ വിലയേക്കാളും വലുതാണ് ആണല്ലോ. അങ്ങനെയെങ്കിൽ ഈ ആത്മാക്കൾ മുഴുവൻ ലോകത്തിന്റെ വിലയേക്കാളും വിലയേറിയ ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സുവിശേഷന്റെ ജോലി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഘനമേറിയ ജോലിയാണ്. അങ്ങനെയുള്ളവർ വിടുവാ പറയുന്നവരും വളവള വർത്തമാനം പറഞ്ഞവരും ആകാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ മാൻ ഓഫ് പ്രൊഫൗണ്ട് വേർഡ്സ്, ദൈവത്തിന് സ്തോത്രം. നമ്മള് 1 തിമോഥെയോസിന്റെ 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ശുശ്രൂഷമാർ ഘനശാലരായിരിക്കണം, men worthy of respect. മറ്റുള്ളവർ നമ്മളെ ബഹുമാനം വാങ്ങിക്കുകയല്ല. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഇടപാടുകൾ കാണുമ്പോൾ അവർ നാം പറയാതെ അവർ നമ്മളെ ബഹുമാനിക്കണം. ആ ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുവാൻ നാം ഉത്സാഹിക്കണം. പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, a man with ever ready for intense prayer. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ എവർ റെഡി നോക്കില്ല, അറിയില്ലേ? എവർ റെഡി എന്തോ എവർ റെഡി ബാറ്ററി. നമ്മളൊക്കെ ജനിച്ചു വളർന്നപ്പോൾ നമുക്ക് ആകെ ബാറ്ററി എന്ന് പറയാറില്ല, എവർ റെഡി എന്ന് പറയാറില്ല. ഞാൻ ഇപ്പോഴും പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത്
ഒരു മിനിറ്റ് പറഞ്ഞു, ഇന്ത്യ വി യൂസ്ഡ് ടു സേ കോൾഗേറ്റ്. ടൂത്ത് പേസ്റ്റ് ആരും പറയാറില്ല. ഒരു കാലത്ത് ആരെങ്കിലും കടച്ചെന്ന് ടൂത്ത് പേസ്റ്റ് തരാൻ പറയും, കോൾഗേറ്റ് തരാൻ പറയും, അല്ലേ? ഒരു കാലത്ത് നമ്മൾ കടച്ചത് സോപ്പ് ലൈഫ് ബോയ് തരാൻ പറയും. എനിക്ക് ബാത്ത് സോപ്പാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ലൈഫ് ബോയ് തരാൻ പറയും. കാരണം നമുക്ക് അറിയാവുന്ന പേര് നടത്തിയ ഈ ബാറ്ററിയാണ് എവർ റെഡി പറഞ്ഞാൽ സ്വിച്ച് ഇട്ടാ കത്തു. അതിനു മുമ്പ് നമുക്ക് ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പണ്ട് ചൂട്ടുകറ്റ ഉണ്ടായിരുന്നു, അതിനും കുറെ മെനക്കെട്ടം കത്തിക്കാൻ. പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു, പെട്രോമാക്സ് അല്ലേ? അത് മണ്ണെ പോയിട്ട് ഇങ്ങനെ കുറെ നേരം പമ്പ് ചെയ്ത് ഇങ്ങനെ പതുക്കെ കത്തി വരുമായിരുന്നു. പക്ഷെ ഇത് എവർ റെഡിയാ, സ്വിച്ച് ഇട്ട ഉടനെ കത്തും. ദൈവമക്കൾ ഇങ്ങനെ ആയിരിക്കണം പ്രാർത്ഥിക്കുന്ന കാര്യം. സ്വിച്ച് ഇട്ട ഉടനെ കത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ദീർഘമായ പ്രാർത്ഥനയ്ക്കും സ്പോണ്ടേനിയസ് പ്രാർത്ഥനയ്ക്കും അരമണിക്കൂർ പ്രാർത്ഥനയ്ക്കും 30 സെക്കൻഡ് പ്രാർത്ഥനയ്ക്ക് റെഡി ആയിരിക്കണം. നമ്മളത് നോക്കിയിട്ടില്ല. 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ദീർഘമായ ഒരു പ്രാർത്ഥനയാണ്, അല്ലെ? കുറെ നാൾ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥന പറയുന്നത്. അതേസമയം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം രാജസാന്നിധ്യം നിൽക്കുകയാണ്. ഇതിന്റെ ആവശ്യം എന്തെന്ന് ചോദിക്കുമ്പോ അവിടെ പെട്രോമാക്സ് എത്തിയ സമയമുണ്ടോ? ഇല്ല. അവിടെ സെക്കൻഡിൽ പറഞ്ഞതിന്റെ ആവശ്യം ഇന്നതാണ്. ഈ സെക്കൻഡിൽ പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് മണിക്കൂർ പ്രാർത്ഥിച്ച ശീലം ഉണ്ടാകണം. മണിക്കൂർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന് മാത്രമേ ഒരാവശ്യം വരുമ്പോൾ ഇടത്തും വലത്തും നോക്കാതെ കർത്താവേ എനിക്ക് ഇത് നീതിയായി കണക്കിടണമേ. 8 പ്രാവശ്യത്തോളം അങ്ങനെ ഷോർട്ട് പ്രയർ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും. നെഹമ്യാവിന്റെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വി മസ്റ്റ് ബി റെഡി ഫോർ ഇന്റൻസ് ആൻഡ് ഷോർട്ട് പ്രയേഴ്സ്. രാത്രിയുടെ യാമത്തിൽ നാം കിടന്നുറങ്ങുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്നോ ഇവിടെ ഒരു ഫോൺ കോൾ വരുന്നു, സഹോദര ഇന്നയാള് ക്ഷീണാവസ്ഥയിലാണ്, ഇന്നാള് ഗുരുതരമായ ആക്സിഡന്റ് നേരിട്ടിരിക്കുന്നു. നമ്മൾ എന്താ ഉടനെ പാട്ടോസ് എടുത്ത് ഒരു പാട്ടൊക്കെ പാടി തമ്പി ഉറക്കി അടിച്ചപ്പോഴത്തേക്ക് എങ്ങനെ ചൂടാക്കി പ്രാർത്ഥിക്കില്ല. എഴുന്നേറ്റിരിക്കുന്നു നിൽക്കുന്നുണ്ട് കർത്താവിനെങ്കിൽ സ്വർഗത്തിലേക്കാണ്. കർത്താവെ എന്റെ സഹോദര അത്യാസനത്തിലായിരിക്കുന്നു, നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന 1 മിനിറ്റ് പ്രാർത്ഥിക്കുന്നതോടെ നമ്മുടെ ഗ്രൗണ്ട് എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. നെഹമ്യാവ് ദീർഘമായ പ്രാർത്ഥന ശീലമുള്ളവനായിരുന്നതുകൊണ്ട് നൊടി നേരത്തേക്കുള്ള പ്രാർത്ഥനയ്ക്ക് നെഹമ്യാവിന് കഴിയുമായിരുന്നു. 3-മതൊരു കാര്യം ഞാൻ പറയട്ടെ. അക്നോളജ് ഗോഡ് ഹാസ് ഹിസ് പവർ സോഴ്സ് ആൻഡ് ഗിവർ ഓഫ് ഹിസ്. തന്റെ ശുശ്രൂഷ ജീവിതത്തിന്റെ കാമ്പ് കരുത്ത് എന്ന് പറയുന്ന മറ്റൊന്നുമല്ല, സ്വർഗത്തിലെ ദൈവമാണ് നമ്മുടെ റിസോഴ്സ്. നമ്മുടെ സോഴ്സ് ഓഫ് പവർ നമ്മുടെ കർത്താവാണ്. അവങ്കിൽ നിന്ന് കേട്ട് അവന്റെ പാതപിടത്തിൽ നിന്ന് പഠിച്ച് അവനാലുള്ള ആലോചന ഏറ്റെടുത്ത് വേണം നാം ശുശ്രൂഷയിൽ മുന്നേറേണ്ടത്. നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നാം മുന്നോട്ട് പോകേണ്ട ദൈവത്തിന്. 2-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ആമേൻ. നെഹമ്യാവ് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരുന്ന ഒരാള് സ്വർഗത്തിലുണ്ട്. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കുള്ള മറുപടി എന്താ? ഞങ്ങളുടെ ദൈവമോ സ്വർഗത്തിലോട്ട്. ദൈവത്തിന്റെ സ്തോത്രമുള്ളവരെ, നാം അനാഥരല്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലോകാവസാനം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ കരങ്ങൾക്ക് ശക്തി നൽകുന്നത്, നമ്മുടെ നാവുകൾക്ക് ബലം നൽകുന്നത്, നമ്മുടെ ചിന്താശക്തിയെ വർദ്ധിപ്പിക്കുന്നത്, നമ്മുടെ മുമ്പാകെ വഴിയിലെ തുറന്നു തരുന്നത് മറ്റാരുമല്ല, സ്വർഗത്തിലെ വലിയവനായ ദൈവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. നെഹമ്യാവ് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. സങ്കീർത്തനം 78-72 ദാവീദിന്റെ ജീവിതത്തോടനുബന്ധിച്ച് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 72 വായിക്കാമോ? Psalm 78:72. അങ്ങനെ അവർ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. ഇന്ന് രാത്രിയിൽ നെഹമ്യാവിന്റെ ജീവിതത്തോടുള്ള ബന്ധം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്മീയ ശുശ്രൂഷയിലെ സഹോദരന്മാരെ, കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നൽകി തന്ന ദർശനത്തിന്റെ പരിസമാപ്തിയിലേക്ക് നാം ബന്ധപ്പെട്ടു വിടുമ്പോൾ ഒരു കാര്യം എപ്പോഴും സൂക്ഷിക്കണം, പരമാർത്ഥ ഹൃദയത്തോടെ യജമാനന്റെ വേല ചെയ്യണം. ആമേൻ. സ്തോത്രം. കർത്താവ് കൽപ്പിച്ചത് അതുപടി അനുസരിച്ച് വെള്ളം ചേർക്കാതെ, മയം ചേർക്കാതെ, ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെ, പരിശുദ്ധാത്മാവോട് യാചന കാണിക്കാതെ കർത്താവ് നൽകിത്തുന്ന ആലോചന അതുപോലെ പൂർത്തിയാക്കി നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടക്കുന്ന വിഴുങ്ങാൽ നിന്നുകൊണ്ട് കർത്താവേ 20 വർഷം 25 വർഷം 30 വർഷം നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വ ശുശ്രൂഷ ഞാൻ തികച്ചിരിക്കുന്നു, എനിക്ക് നീതിയായി കണക്കിടണമേ. നമുക്ക് നീതി, നമുക്ക് പ്രതിഫലവും ഒക്കെ നൽകുന്ന ഒരു ദിവസമുണ്ട് പ്രിയമുള്ളവരെ. അന്ന് നല്ലവരും വിശ്വസ്തരുമായ ദാസന്റെ പേരുവിളി കേൾക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ ലോകത്തിൽ ആരും നമ്മെ അംഗീകരിച്ചില്ലെങ്കിലും ആ ദിവസത്തിനായി നാം കാത്തിരിക്കുകയാണ്. ആമേൻ. ഒരു യഥാർത്ഥ വിഷണറി ഈ നെഹമ്യാവിന്റെ ജീവിതത്തിന്റെ ഒരു അടിക്കുറിപ്പ് എന്ന് വേണമെങ്കിൽ പറഞ്ഞ ഒരു കാര്യം, ഒന്ന്,
He seeks to be a service, not to dominate. കർത്താവ് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മാതൃകയാണ്. ശുശ്രൂഷ ചെയ്യുകയാണ്, അല്ലാതെ അധികാരം സ്ഥാപിക്കുകയല്ല. മത്തായിയുടെ 20-ാം അധ്യായത്തിന്റെ 25-28 വായിക്കാം. മാത്യു 20:25-28. ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നുവെന്നും മഹത്വങ്ങൾ അവരുടെ മേൽ അധികാരം നടത്തും നിങ്ങൾ അറിയുന്നില്ലയോ? Not so with you. കർത്താവ് not so with you. നിങ്ങളിൽ അങ്ങനെ അരുത്. എന്നിട്ട് കർത്താവ് 28-ാമത്തെ വാക്ക് 27-ൽ വായിച്ചു. നിങ്ങൾ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറയുന്നു. കർത്തൃവേലയിൽ ഉത്സാഹത്തോടെ മുന്നേറുന്ന ദൈവദാസന്മാരെ, ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഒരു സഹോദരനിൽ പ്രബോധിപ്പിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷയുടെ മാതൃക നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. അവൻ ശുശ്രൂഷ ഏൽക്കുവാനല്ല, ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ് വന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, seeks to be of service, not to dominate. മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിച്ച് ഞാൻ നേതാവാണെന്ന് വേദി നടിക്കുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ശുശ്രൂഷ ചെയ്യുക. 2, encourage and inspire. നാം പ്രോത്സാഹിപ്പിക്കുന്നവരും മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നവരുമായിരിക്കണം. 3, respect rather than exploit person. മറ്റുള്ളവരെ പരിഹസിച്ച് നിന്ദ്യമാക്കി ഒരാളെ കളിയാക്കി കഴിയുമ്പോൾ മനസ്സിലേക്ക് ഒരു സുഖമുണ്ടല്ലോ, ഒരു വല്ലാത്ത സുഖം. അങ്ങനെയല്ല. Try to respect others. മറ്റുള്ളവരെ ബഹുമാനിക്കുക. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണം കൂടെ അന്വേഷിക്കേണ്ട ദൈവത്തിന്റെ വചനം വായിക്കുന്നു. 4, ഏറ്റവും പ്രധാനപ്പെട്ട reflect, praise and acts on Jesus Christ. നമ്മൾ വായിച്ച വാക്യം ഓരോ ദിവസവും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ആ മനോഹരമായ വാക്കുകൾ ധ്യാനിച്ച് നമ്മുടെ ശുശ്രൂഷയെ പരുവപ്പെടുത്തിയെടുക്കുക. എന്താണ്? ഞാൻ എന്നെ അയച്ചിരിക്കുന്നത് ശുശ്രൂഷ ഏൽക്കുവാനല്ല, ശുശ്രൂഷിപ്പാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ. 2 തിമോഥെയോസ് 2:15 ആ പ്രാരംഭ വാക്കുകൾ വായിക്കുക. 2 തിമോഥെയോസ് 2:15. നമ്മളെ ആരാണ് അംഗീകരിക്കുന്നത്? മതി സിസ്റ്റർ. എന്താണ് നമ്മുടെ പ്രോഗ്രസ് കാർഡില് വരയ്ക്കേണ്ടത്? അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ശുശ്രൂഷ ജീവിതത്തിൽ പലവിധ വെല്ലുവിളികളുണ്ട്, ചലഞ്ചസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, പലപ്പോഴും ഹൃദയം മുറിവേറ്റ് തണുത്തു പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പൗലോസ് പറയുന്ന തിമോഥെയോസേ, നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കുക. ദീർഘവർഷത്തെ ശുശ്രൂഷയുടെ അവസാനം ദൈവസഭയിലേക്ക് ചെന്നപ്പോൾ, കർത്താവേ, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളൊക്കെ നിനക്ക് കൊള്ളാകുന്നതിനായി ഞാൻ നിന്നു എന്ന് പറയാൻ നമുക്കിടെ. Be diligent, present yourself approved to God. ദൈവത്താലുള്ള അംഗീകാരമാണ് ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. കൊലോസ്യർ 3:22 വായിക്കുന്നില്ല. അവിടെ നാം വായിക്കുന്നത് ദൈവത്തിന് കൊള്ളാകുന്നതിനായി നിന്ന് വേല ഏൽപ്പിച്ച വേല തികയ്ക്കുക എന്നുള്ളതാണ്. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയ ദിവസം കേൾക്കാമാക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഒരു ബേർഡൻ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു ദൗത്യത്തിന് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രചോദനം നൽകി തന്നെങ്കിൽ, ആ ദർശനം, ആ കാഴ്ചപ്പാട് സമാന ചിന്താഗതിയുള്ള ആത്മീകരായ സഹോദരന്മാരോട് പങ്കുവെച്ച്, പലപ്പോഴും നമുക്ക് സാഹചര്യങ്ങൾ വിരോധമായിരിക്കാം, ഒരുപക്ഷെ കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം, എങ്കിലും സ്വർഗ്ഗത്തിലെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ ആ ഒരു വഴി തുറക്കും. ദൈവത്തിന് സ്തോത്രം. സമാന ചിന്താഗതിയുള്ള ഏത് കാര്യത്തെയും ആത്മീകമായി ചിന്തിക്കുന്ന ഭക്തന്മാർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമുള്ളവരായിരിക്കുക. നമ്മുടെ ശക്തിയും നമ്മുടെ ഊർജവും നമ്മുടെ കർത്താവിനായിരിക്കട്ടെ. പ്രതിഫലം വിധിക്കുന്ന നാളിൽ നമുക്ക് ലജ്ജിപ്പനിടയാകാതെ നമ്മുടെ കർത്താവ് കൂടാനുകൂടി വിശുദ്ധരുടെ മുമ്പാകെ നമ്മുടെ പ്രവൃത്തി അറിഞ്ഞ് നമ്മെ മാറുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനായി കർത്താവ് നമ്മെ സൂക്ഷിച്ച് കാക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധം അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരത്തിൽ ദൈവദാസന്മാർ നന്ദി അറിയിക്കുന്നു. God bless you all.